നൊമാഡിയ വെൽക്കം ടു അൽഷസ. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലല്ലോ, കാണുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. നമ്മൾ ഹെൽത്തി ആവാൻ തീരുമാനിച്ചു ഗൈസ്. നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നു വിത്തൗട്ട് ഷുഗർ. ഇതിനകത്ത് ഒരു ഘട്ടം എടുത്തു വെച്ചേക്കണ രണ്ടാമത്തെ ഷുഗറാണ് പൊടിച്ചിടാൻ. അപ്പൊ നമ്മൾ ഹെൽത്തി ആയാണ് ഗൈസ്. ഞാൻ ഷുഗർ കട്ട് തുടങ്ങി. ഇപ്പോഴും ഷുഗർ ഇട്ട് കുടിക്കുന്നത് നൊമാഡിയൻ. നമ്മൾ പോഡ്കാസ്റ്റ് എടുത്തല്ല, ഫൈനലി നമ്മളൊരു സെക്കൻഡ് പോഡ്കാസ്റ്റ് എടുത്തിരിക്കുകയാണ്. എന്തായിരുന്നു മൂന്ന് വിഷയം അങ്ങനെയല്ല, ഈ 3 പെറ്റ പിന്നെ ഒരു ഇതില്ലേ, 1 പെറ്റ 3 ഒന്നിപ്പഴിച്ചാൽ 3 അങ്ങനെയാണല്ലോ. അതെ, അടുത്ത കൂടെ ഒരു പോഡ്കാസ്റ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ എവിടെയാണ് ഗൈസ് അത് പറയൂ. വി ആർ ഇൻ എ ടർക്കിഷ് റെസ്റ്റോറന്റ്. നമ്മുടെ ദുബായ് ലിസ്റ്റ് എന്ന ബ്ലോഗർ, ദുബായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗറാണ് അദ്ദേഹം. ഈ സ്ഥലം കാർ കെബാബ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ 2-3 തവണ വീഡിയോ ഇട്ടിരുന്നു. ഒബ്വിയസ്ലി പ്രൊമോഷൻ ആയി, പക്ഷേ പുള്ളിക്കാരത്തെയും പ്രൊമോഷൻ ചെയ്യുന്നതിന് നല്ല സാധനങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ. സോ അദാന കബാബ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. പക്ഷേ മന്തി. പിന്നെ ഇസ്കന്ദർ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോണേറിന് പകരമാണ് ഞാൻ ഇസ്കന്ദർ ഓർഡർ ചെയ്തത്. ഡോണറൊക്കെ ഫേമസ് ആണ്, കഴിച്ചോ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗിലാണ് ഗൈസ്. വി ആർ ആക്ച്വലി വെയിറ്റിംഗ്. ആൻഡ് ഇപ്പോൾ തൽക്കാലം ഇത് ഫ്രീ ആണ് കേട്ടോ, ഈ ചായ ഫ്രീ ആണ്. എല്ലാം ചായ നല്ല കടുപ്പമുള്ള കട്ടൻ ചായ സാധനം നമുക്ക് കഴിക്കാം. നിനക്ക് മറ്റേ ഇത് കഴിക്കണ്ടടാ? എനിക്ക് മറ്റേ നിങ്ങൾ വ്ളോഗ് ചെയ്ത ആ ഒരു മറിയ പേസ്ട്രി, മറിയ പാസ് അത് കഴിക്കണമല്ലേ, ആഗ്രഹമല്ലേ? ഓ, അത് കണ്ടപോലെ കൊതിയായി. സ്പോഞ്ചി വെരി സ്പോഞ്ചി, വാനില, മിൽക്കി, ചീസി. അടിപൊളി. അത് 14 ദിറംസല്ലേ ഉള്ളു അല്ലേ? കറക്റ്റ് തണുപ്പ്. ഒരെണ്ണം പാഴ്സലും മേടിച്ചോണ്ട് പോ, മധുരം ഇടാതെ കുടിക്കാൻ അടിപൊളി. ഞാൻ ട്രൈ ചെയ്യണം ഗൈസ്. ഞാൻ അവന് ഒരുമിച്ച് ഫ്രെയിമിൽ വന്ന നൈസായിരിക്കുന്നത് മറ്റേ ഒടുവിലിട്ട് എന്നിട്ട് ഒരു ഗുണം എനിക്ക് തോന്നുന്നു മൈക്കും വേണ്ട. 16 തൊട്ട് മൈക്കും വേണ്ട. മൈക്ക് അല്ലാതെ തന്നെ ടൈം ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ രേഷ്മയുടെ ഫോണിൽ ട്രൈ ചെയ്തു. നല്ല ഇതിനെയും കാണാം അവനെയും കാണാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചായ ഹൗസ് ചായ പൊളി. ചായ ഷുഗർ ഇടാതെ പൊളി. ഷുഗർ ഇടാ. നീ ഷുഗർ ഇട്ടില്ലടാ? ഇല്ല ഇട്ടില്ല. ഇട്ടില്ല, നമ്മൾ ഇടാറില്ല. സാധനം വന്നിരിക്കുകയാണ്. ഇതാണ് പിസ്സ. ഇത് ലസാനിയ പോലെ, ലവാഷ് ബ്രെഡിന്റെ ഇടയിൽ മീറ്റ്. കണ്ടിട്ട് കൊള്ളാം കേട്ടോ. തറവാടിയാണ്. സ്വാസ്. ഇത് പിസ്സ. ഇത് കഴിക്കാരെ പിസ്സ. ഇത് ലാമൂൻ. ഇത് ഒരു ലസാനിയ പോലത്തെ ഒരു സാധനങ്ങൾ. ഇവരുടെ നിങ്ങൾ ഇതാ തന്തുണി ഇവിടെ കിട്ടൂല. തന്തുണിന്റെ ഒരു ഷോപ്പ് തന്നെയാണ്, പക്ഷെ തന്തുണി ടർക്കിഷ് തന്നെയാണ്. Okay, tell me. You have to put the fork like this and make the roll directly. We are eating it. Like this. Fork come on, show me. Like this. Oh my God. That's the easiest thing. ഇങ്ങനെ ബിസ്മില്ലാ. എൻ്റെ വായിന്ന് വെള്ളം വരും. ഇത് കൊള്ളാം കേട്ടാ, സംഭവമാണെന്ന് തോന്നുന്നു. തൈര് വേണം. എന്റേത് എങ്ങനെ ഉണ്ടാ? തൈര് മുക്കി അടിയാ. Yamun. Name Yamun. Yalama. Ba.
പുഴ കേട്ടോ. ചൂടുണ്ടാ? സൂപ്പർ സാധനം. കൊള്ളാല്ലേ? I love Ali Nazik. I know Ali Nazik. I love. This is a Mamti kebab. ഇത് നമുക്ക് ഇത് അപ്പഴാണോ അപ്പൊ നീ എന്തോന്നു ഇത് ആദ്യം എന്നാണ് മന്തി. Adana kebab also. ദാന കബാബ് കഴിക്കാതെ നമുക്ക് വാ. This salad is for lahmacun. ആ ഓക്കെ. ഇത് പീസ് ആയിട്ടുണ്ട് കണ്ട, ഇങ്ങനെ പീസ് ആയിട്ടുണ്ട് കണ്ട, നോക്കിയാ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞോടെ സംഭവമാണെന്ന് പറഞ്ഞാ. ആ ഫാറ്റും ആ സോസും ഇത് മൊത്തത്തിൽ കഴിക്കുന്നത് വെയിറ്റ് ചെയ്യാ. ഇനിയിപ്പോ കുറെ ആണന്മാർ കമന്റ് ചെയ്യും വെറുതെ എക്സ്പ്രസ് ഇട്ട് കഴിക്കുന്നത്. അതല്ല ഓ ഇത് പൊളി. അവരോട് കൊച്ചൊന്നും ഇതിനോട് കമന്റ് ബോക്സ് മൊത്തം അങ്ങനെ എന്ത് അങ്ങനെ ഉണ്ട് ചോദിക്കണം. കഴിഞ്ഞ കമന്റ് ബോക്സ് മൊത്തം പറ്റിയ നിനക്ക് ഭക്ഷണം തരാന് ഇത് നോക്ക് എത്ര കമന്റ്സ് ആണ്. ആ ചെറുക്കിന് ഭക്ഷണം കൊണ്ടുപോയി. ആ കൊച്ചറെല്ലാം കൊണ്ടുവരേ സിനാനെല്ലാം കൊണ്ടുവരേ അടിപൊളി. കണ്ടില്ലേ ഈ വ്ളോഗ് കാണാറില്ല അപ്പൊ അല്ലേ? പക്ഷേ ഇവര് നമുക്ക് ഇത് തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരിക്കലും പറയില്ലായിരുന്നു. ഓ മാൻ ഇതാ എന്നിട്ട് ഒരു കഷ് ഇതങ്ങനെ അണ്ണ എനിക്ക് കൂടെ എടുത്താണ്. ഓ ഈ ഒരു ബ്രെഡ് രക്ഷയില്ലട്ടോ. ഇത് തൈരില്ല കേട്ടാ, ഇത് തൈരില്ലേ. മുത്തപ്പല് ഇതും കൂടി കഴിച്ചാൽ നമ്മുടെ പരിപാടി ഇത് കാണാൻ ഭയങ്കര ഡ്രൈ ആണ്, പക്ഷെ എന്ത് സോഫ്റ്റ് അല്ലേ സാധനം. നമ്മൾ കാണാം അലിയുടെ ഭാഷ. ഞാൻ ബിസിയാണ് ഇതിൽ. ഇനി അടുത്ത ഇസ്കന്ദർ എത്തിയിട്ട് ഇസ്കന്ദർ സൂപ്പർ ഫുഡ് എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വന്നതും പോയതൊന്നും അധികം അറിഞ്ഞില്ല. ഒരു രക്ഷയാ. മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു ഫുഡ്. ഇവിടെ ഒരു രക്ഷ. ഞാൻ ആദ്യമായിട്ടാ സുബിനോളജി കൊണ്ടുവന്ന ഫുഡില് എല്ലാം 10 പറയുന്നത് എല്ലാം. ഇതൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടില് ഫുഡിന് ടേസ്റ്റ് മസാല ഉണ്ടോ? ഇത് മസാല മീറ്റ് ഇത്രേ ഉള്ളു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ്. എൻ്റെ കിളി പറഞ്ഞു കേട്ടോ. എൻ്റെ അമ്മ ഇത് ടർക്കിഷ് ക്യുസീനാണ്. വേറെ മാതിരി കിടു എന്ന് പറഞ്ഞാൽ അതെ, നിങ്ങൾ കംപ്ലീറ്റ് യൂറോപ്പ് സൈഡൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫാറ്റാണ്. അതും മെയിൻ ഫാറ്റ് ഫ്രാൻസ്, ഇറ്റലി എല്ലാവരും ഉപയോഗിക്കുന്നത് ബട്ടറാണ്. ബട്ടർ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടർക്കിയിൽ 2 ഭാഗമുണ്ട്. ഏഷ്യൻ സൈഡും ഉണ്ട്, യൂറോപ്യൻ സൈഡും ഉണ്ട്. 2 സൈഡുണ്ട്. സോ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ആണ് ഈ ബട്ടർ റിലേറ്റഡ് എല്ലാ സാധനവും. ഏഷ്യൻ ഇൻഫ്ലുവൻസ് ആണ് തൈര്. പക്ഷെ മുട്ട ടേസ്റ്റായിരുന്നു. ഏകദം മട്ടൻ പോലും ഇത്ര മുട്ടൻ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. മട്ടൻ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യമില്ലല്ലോ അല്ലേ? ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ആപ്പിൾ, ഓറഞ്ച്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് മാത്രമാണ് അവർ വന്നത്. എല്ലാവരും വന്ന് ഇത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. വേറെ കാര്യം പറയുന്നുണ്ട്. സുബിനോളിയുടെ കത്തി സഹിക്കാൻ വയ്യാത്തോണ്ട് ഒരു കത്തി അഡീഷണൽ ആയിട്ടുണ്ട്. വിട്ടിടുവേ നിന്നെ കൊല്ലാൻ വന്നാണ് അത്. നീ അതുകൊണ്ട് പൊക്കോടാത്. എന്നുവെച്ചാൽ പിന്നെ ടർക്കി അവർ ഷുഗർ ഇടാറില്ല ഇതിന്. ഇതിനെ കൊണ്ട് സെൻട്രൽ ഏഷ്യയിലൊക്കെ അവർ ഷുഗർ ഇടാതെയാണ് ചായ കുടിക്കുന്നത്. സെൻട്രൽ എ സി സെൻട്രൽ എ സി ഷുഗറിന് പകരം അവരെടുത്ത് മറ്റേ ക്യൂബ്സ് ഉണ്ടാവും, ഷുഗർ ക്യൂബ്സ്. എന്നിട്ട് അധികം ഇവിടെ ആണോ താങ്ക് യു. മറ്റേ മറിയ പൈസ കണ്ടേ? വേണം, അതും വേണം. ഒരു മാസത്തേക്ക് ജിമ്മ് മാറ്റില്ല. ടേസ്റ്റ് ഉണ്ടാവും. അതൊരു കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും.
ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം. നല്ല ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയ ഐറ്റം. പറഞ്ഞോ. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സ്ഥിരം കമന്റ് ഇടുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ എല്ലാ കമന്റ് ബോക്സും വായിക്കാറുണ്ട്. എനിക്ക് നിങ്ങൾ പോലും ഇത്രയും വായിക്കാറില്ല. എനിക്ക് പണി കുറവായതുകൊണ്ട് ഞാൻ എല്ലാം വായിക്കും. അതിനല്ല. അപ്പം ഈ മാസം വലിയ പണി കുറവായിരുന്നു, അതുകൊണ്ട് ഞാനിത് നല്ലപോലെ വായിച്ചു. അപ്പം അതിൽ പറയുന്നത്, എടാ കൊച്ചേർക്ക് എന്ത് തിന്നാൻ കൊണ്ടുവരാ, ആ കൊച്ചേർക്ക് തിന്നാൻ കൊണ്ടുവരാ, ഇതാണ് കൊച്ചിറക്കാൻ കഴിക്കുന്നുണ്ട്. ഈവൻ വീഡിയോ ഓൺ സമയത്ത് ഇവൻ കഴിക്കുന്നില്ല, വീഡിയോ ഓഫ് ആവുന്ന സമയത്ത് ഇവൻ ഫുള്ള് നല്ല തട്ട് കെട്ടുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ, അവന്റെ ശരീരത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കാണുന്നില്ല, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് ഈ പ്രശ്നം. പിന്നെ വേറൊരു കാര്യം, ബാക്കി വരുന്ന ഫുഡ് കൊണ്ടുവന്ന ആളാ ഇവനാണ്. ബാക്കി വരുന്ന ഫുഡ് വീട്ടിൽ കൊണ്ടുവന്നത്. ഗൈസ് ഇതാണ് കടയുടെ പേര്. ഗൈസ് ഇതാണ് കടയുടെ പേര് കേട്ടോ, കർദക് അൽ കബാബ്. ഒരു രക്ഷയില്ല അല്ലടാ നൊമാഡി. ഫുഡ് അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ടർക്കി പോയി കഴിച്ച ആളാണ്. ഞാൻ ഇവിടെ വന്ന് പല ടർക്കി റെസ്റ്റോറൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടർക്കിഷ് റെസ്റ്റോറൻറ്റ്. ദർ ഇസ് നോ ഡൗട്ട്. ഞാൻ ഇതിന് മുന്നേ വേറെ അലി നാസിക്കൊക്കെ വീഡിയോ ചെയ്തിരുന്നു. വാസ് ഗുഡ്, ബട്ട് ദിസ് ഈസ് ഫാർ ബെറ്റർ അലി നാസിക്. എന്താണെങ്കിലും ഒരു രക്ഷയുടെ കീടിയില ഫുഡ്. മേ ബി നമ്മളിപ്പോൾ ചിലപ്പോൾ ഒന്ന് മാരി പാസ്റ്റി കയറിയിട്ട് ഒരു ചീസ് കേക്കും വായിച്ച് കിട്ടി പോവായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ അൽഷസാബ്. എന്തുണ്ട്, സുഖമല്ല എല്ലാവർക്കും? സുഖം. ഞാൻ എന്നെ കാണുമ്പോ ഈ ഓഡിയൻസ് തീരുമാനിച്ചു ഇന്ന് ഫുഡ് അടിയാണ്. ഇന്നും ഫുഡ് അടിയാണ്. നമ്മൾ ഫുഡ് അടിക്കാൻ അങ്ങ് അജ്മാൻ വരെ പോവുകയാണ് ഗൈസ്. ഇവിടെ ഒന്നും നമുക്കിനി പറ്റൂല, നമ്മൾ അജ്മാനിൽ പോകും ഫുഡ് അടിക്കാൻ. എല്ലാവരും പോയി. ഞങ്ങൾ ഇനി അടുത്ത ഞാൻ തിരിച്ചു വന്നിട്ട് ഫുജേറ. പുള്ളി നാളെ ലാറ്റ്വിയയിൽ പോവാണ്. അപ്പൊ ഇനി കുറച്ച് ലാറ്റ്വിയ വ്ളോഗ്സ് നിങ്ങൾക്ക് പുള്ളിയുടെ ചാനലിൽ കാണാം. റഷ്യയുടെ ബോർഡർ മൊത്തം കാണിക്കുമോ ലാറ്റ്വിയ? ഞങ്ങൾ 2 സിറ്റിയിലാണ് മെയിനായിട്ട് പോകുന്നത്. റിഗാന്റെ മെയിൻ സിറ്റി. പക്ഷെ അവിടെ ഒരു പണ്ടത്തെ കഥകളാണ് കുറച്ച് കൂടുതലുള്ളത്, അല്ലാതെ ഭയങ്കരമായ അല്ല ഒരു സിറ്റി അല്ല. ലൈക്ക് ഒരു പ്രോപ്പർ സിറ്റി ലൈഫോ അങ്ങനത്തെ ഒന്നും അല്ല. ഇറ്റ്സ് മോർ ഓഫ് ഓൾഡ് മ്യൂസിയംസ്, സ്ക്രിപ്ചേഴ്സ്, ആർക്കിടെക്ചറൽ അങ്ങനത്തെ. നോക്കാം, ഞാനും പോയി പഠിക്കട്ടെ. സിനാനെ ഹായ്. നമ്മുടെ സിനാനും ഉണ്ട്. പിന്നെ നമ്മൾ നൊമാഡിയനെ പൊക്കാൻ പോകുന്നുണ്ട്. വിളിച്ചിട്ട് എടുക്കുന്നില്ല ആസ് ഓൾവേസ്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഗോഡോക്സിന്റെ മൈക്കാണ് ഗൈസ്. നല്ല ഒരു ഗംഭീര പെട്ടിയിലൊക്കെയാണ്. അപ്പൊ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ, പല്ലിയേക്കാൻ എന്തോ പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇതാണ് ഗോഡോക്സിന്റെ 160 ദിർഹമേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ ദുബായിലുള്ള നമ്മളെ വീഡിയോ അത്യാവശ്യം കുറച്ച് ദുബായ് പീപ്പിൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങൾക്കൊരു അത്യാവശ്യം ബഡ്ജറ്റ് മൈക്ക് വേണമെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഈ ഗോഡോക്സിൻ്റെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇറക്കിയ മൈക്ക് സിസ്റ്റമാണ് എൻ്റെ കയ്യിലും സുബിൻ്റെ കയ്യിലും ഒട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് മൊബൈലിൽ മാത്രമേ ഉള്ളൂ, ക്യാമറയിലില്ല. അടിപൊളി ബോക്സിംഗ് ഒക്കെ നൈസാണ്. പിന്നെ നമുക്ക് 9 മണിക്കൂറിൻ്റെ ചാർജർ വരുന്നുണ്ട്. 9 ഒറ്റ സിംഗിൾ ചാർജിൽ 9 hours ഓഫ് ചാർജിങ്ങും. പക്ഷെ വിൻഡ് ബ്ലോക്ക് ചെയ്യണം, മറ്റേ പൂച്ചയില്ലടെ അതിൻ്റെ അകത്തില്ല കേട്ടോ. പിന്നെന്താ അത്യാവശ്യം സ്മാർട്ട് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒരിക്കൽ ഒന്ന് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ സ്മാർട്ട് നോയ്സ് ക്യാൻസലേഷനിലോട്ട് മാറും. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ താഴെ വല്ല ലിങ്ക് ഇട്ടേക്കാം, ആമസോൺ വഴി മേടിക്കാം. 160 ദിർഹമേ ഉള്ളൂ. നാട്ടിൽ 4000 രൂപ. യൂസ് ചെയ്ത് നോക്കണല്ലോ. യെസ്, ഞാൻ ഇപ്പോൾ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കട്ടെ ഗൈസ്. നമ്മുടെ പാവൻ നൊമാഡിയൻ ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ നമ്മളെ കാണാൻ പറഞ്ഞത് ദുബൈയിൽ. ഉണ്ടയാണ് ഞങ്ങൾ അവനെ പിക്ക് ചെയ്യാനാണ് ഈ ട്രാഫിക്. അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ട്രാഫിക് ഇല്ല, അവനെ പോയി പിക്ക് ചെയ്യാനാണ് ട്രാഫിക്. സോ എത്ര ട്രാഫിക് ഇട ഇവിടെ പണ്ടാരാണെങ്കിൽ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയി. എനിക്ക് വിശന്നിട്ട് പോയി. ഞാൻ ഒരു പരാതി കഴിക്കാം. നല്ല മീൻ കഴിക്കാനാണ് നമ്മൾ പോണത് അജ്മാനിൽ. എന്താണ് കട? നിങ്ങൾ പണ്ട് ഈ പുള്ളിയുടെ പഴയ ഒരു ഫേവററ്റ് സ്ഥലമാണ്, അത് മാറിയിട്ടാണ്. ഈ ട്രാഫിക് ഒക്കെ കാരണമാണ് അവിടെ പോവാതായത്. സത്യം പറഞ്ഞ അവിടെ വരെ പോണെങ്കിൽ, അജ്മാൻ വരെ പോണെങ്കിൽ ഷാർജ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഈ ഷാർജയിലേക്ക് എത്തിപ്പെടാൻ ഇത്രയും ഒരു ചടങ്ങ് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ട് അപ്പുറം ചടങ്ങില്ല. സത്യം. അപ്പം അതെന്ത് ഇവര് മാറ്റാത്ത? അറിയില്ല, അത് മാറ്റണം. എന്നിട്ട് അവിടെ ഫിഷ് മാർക്കറ്റ് ഇല്ലേ ഞങ്ങളുടെ അജ്മാനില്, ഷാർജ, ദുബായ്, ഓരോ ഫിഷ് മാർക്കറ്റ്, ഓരോ ഏരിയയിൽ ഫിഷ് മാർക്കറ്റ് ഇല്ല. ആ ഫിഷ് മാർക്കറ്റില് കട ഉണ്ടായ ആൾക്കാരാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്.
ഓ ഓക്കെ ഓക്കെ അപ്പം ഓക്കെ. ഫിഷ് അത്രയും Fresh ഫ്രഷ് ആണ്. അത്രയും ഫ്രഷ് ആണ്. ബിക്കോസ് അവർക്ക് ഫിഷിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, A to Z. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പം അവരാണ് ഈ ഒരു അറബികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. മസാലൊക്കെ ആ ഒരു സ്റ്റൈലിലാണ്. ഓ അല്ല എന്താ ഇതിന്റെ കടയുടെ പേരെന്താ? ഹംറിയ ട്രഡീഷണൽ കിച്ചൺ. ഹംറിയ ട്രഡീഷണൽ കിച്ചൺ. ഹംറിയ ട്രഡീഷണൽ കിച്ചൺ. പക്ഷേ മച്ചി മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ്. നമ്മള് എപ്പോഴും ഫേവറേറ്റ്. ഞാൻ അങ്ങനെ ഒരു ഫിഷ് എല്ലാം കഴിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോ ഇന്ന് അതൊരു നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആ എൻ്റെ ഒരു കാഴ്ചപ്പാടില്. ബിക്കോസ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെന്ന് വെച്ചാൽ ഫിഷ് ഭയങ്കര ഫ്രഷ് ആണ്. ഒരു 80% ഒരു ഫിഷിന്റെ ടേസ്റ്റ് അതിന്റെ ക്വാളിറ്റി തന്നെയാണ്, വേറെ ഒന്നുമല്ല. സത്യം. ബാക്കി 20% മാരിനേഡാണ്. എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫിഷ്. അതായത് അത്ര കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ നമുക്കൊരു ഹെവി ഫീലിംഗ് വരാത്തൊരു മീറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫിഷാണ്. ബീഫൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു 10 കിലോ കൂടി എന്നൊരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. എനിക്കത് കിട്ടാറില്ല ഫിഷിൽ. അതുകൊണ്ടാണ് ഐ ലൈക്ക് ഫിഷ്. കുറെ കൊഴുപ്പ് കൂടി തന്നെ ശരീരത്തിൽ ഫീൽ ആവും. നിന്ന് നിപ്പിലൊക്കെ നമ്മളൊരു 2 ബീഫ് കഴിക്കുമ്പോൾ തന്നെ തടി കൂടി ആ ഫീല് വരും നമുക്ക്. അതായത് ചിലപ്പോൾ ഫാറ്റിൻ്റെ ആവാം, ഗ്രീസി ഒക്കെ ആയതാവാം. ബട്ട് സോ ഐ ലവ് ഫിഷ്. അതുപോലെ മടുക്കുകയും ചെയ്യും ഈ ബീഫൊക്കെ കുറെ കഴിക്കും. കുറെ കഴിയും മടുക്കും. ഇത് മടുക്കൂല. ഫിഷ് ആണെങ്കിൽ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ നമ്മൾ മടമടാൻ തിന്നണം. നമുക്ക് അതൊരു വിഷയമല്ല. എവിടെന്നെങ്കിലും നിങ്ങൾ ഷസാമിനെ നിങ്ങളുടെ വീട്ടിലോ എവിടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഷ് ആണെങ്കിൽ ഒരു 2-3 ഫിഷ് കണ്ടോ, നിന്ന് നിപ്പിന് 2 ഫിഷൊക്കെ ദാനത്തിൽ വാർന്ന് പുള്ളി അടിച്ചിട്ടുണ്ട്. അയ്യോ ദാനത്തിൽ വാർന്ന ഫിഷ് എന്നൊക്കെ പറഞ്ഞ അത് വേറെ ലെവലാണ്. ആ റൈസോ ചമ്മന്തി കിടിലാണ് കിടിലം. അവിടെ പോണം കേട്ടോ. ഞാനും പറയും ഇവിടെ ദുബായ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫിഷ് കഴിക്കാനുള്ള സ്ഥലം അതാ. പിന്നെ ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ആ കടയും നമ്മുടെ ടർക്കിഷ് കട കഴിഞ്ഞ വീഡിയോ അത് മൈ ഗോഡ് ടർക്കിഷ് ഫുഡ്. ഒരു ഫുഡ് അതൊക്കെ അലി നാസിക്കൊക്കെ എന്തായിരുന്നു സാധനം. അത് അന്ന് കഴിച്ചിട്ട് എനിക്ക് അത്ര ഹെവിനെസ്സും ഫീൽ ചെയ്തില്ല. വണ്ടി എന്ന് പറഞ്ഞ വയറ്റെല്ലാം ഒരു കാമായിരുന്നു. അത് മറ്റേ എസ്പെഷ്യലി അവരുടെ യോഗ ഇട്ടിട്ടുള്ള കലാപരിപാടി ആയതുകൊണ്ടാവാം. പക്ഷെ ഭയങ്കര ടേസ്റ്റും കിട്ടിയില്ലായിരുന്നു. ഇല്ല, പക്ഷെ നമ്മൾ അത്രയും മീറ്റാണ് കഴിച്ചത്. നമ്മള് ചിക്കനും അല്ല കഴിച്ചത്, അത്രയും മീറ്റാണ്. ലാമ്പാണ് നമ്മൾ കൂടുതൽ കഴിച്ചത്. ആ ലാമ്പ് കഴിച്ചിട്ട് പോലും നമുക്ക് അത്ര ഹെവി ഫീൽ വന്നിട്ടില്ല. അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും നമ്മൾ ഓൺ ദ വേ ആണ്. നല്ല സ്വയംബൻ ട്രാഫിക്കിൽ നമ്മളിങ്ങനെ പറന്ന് മൊബൈല കൊമേഴ്സ്യലിലോട്ട് പോവുകയാണ് ഗൈസ്. മീൻ കഴിക്കാൻ വന്ന് ബർഗർ കഴിക്കാൻ വന്ന് ഫിഷ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മീറ്റ് കഴിച്ച് ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം, എന്നിട്ട് ഫിഷ് കഴിക്കാന്നുള്ളൊരു തീരുമാനം. വിശന്നിട്ടാണ് ഗൈസ്, ഭയങ്കര വിശപ്പ്, ഒരു രക്ഷയില്ലാത്ത വിശപ്പ്. അവിടം വരെ എന്തായാലും ടൈം എടുക്കും. അവിടം വരെ ഇനി 10-1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം വി ആർ ഹിയർ ടു ഹാവ് സം ഫുഡ്. അടിപൊളി സെറ്റപ്പാണ് അവൻ്റെ ഈ കട. നൈസാണ്, വെരി നൈസ് വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഈ കടയും അവൻ്റെ ഒരു ഇൻറ്റീരിയർ പരിപാടിയും അവൻ്റെ ബർഗറും എല്ലാം നൈസാണ് ഗൈസ്. എന്തായാലും ഒരു ബർഗർ മേടിച്ച് 4 ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നല്ല ശവം. എന്താണ് ലേറ്റ് ആയത്? അങ്ങനെ നമ്മൾ കട മീൻ കഴിക്കാൻ പോവുകയാണ്. മീൻ ഫിസ്. നിങ്ങൾ ലക്നൌവിൽ പോയല്ലേ? ലക്നൗ പിന്നെ ബിരിയാണി കഴിച്ചിട്ടില്ലേ? ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തായാലും ബിരിയാണി. ഇവിടുത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ അവിടെ കിട്ടും. ബൺ മസ്ക ഇവിടെ എവിടെയെങ്കിലും കിട്ടും. ക്രീം തന്നെ വേണം. രണ്ടും ഒന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് സാധനം എനിക്ക് ക്രീം ബണ്ണാണ്. ഇതാണ് സുബിന്റെ ബ്രദർ. സുബിന്റെ ബ്രദർ ഹായ് ഹാഷിർ. ഹായ് ബ്രോ. അതെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ബൺ മസ്ക എന്ന ഒറിജിനൽ പറയുന്ന സാധനം ബണ്ണ്, ഷുഗർ, ബട്ടറാണ്. ഇതാണ് ബൺ മസ്ക. അതെ. പക്ഷെ ഇപ്പൊ കൊടുക്കുന്ന ബൺ മസ്ക അല്ല, അത് അതിൻ്റെ ക്രീം തന്നെയാണ്. എല്ലാവരും നാട്ടിൽ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ക്രീം. ബൺ മസ്ക എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എങ്ങനെ? ഇല്ല അതിനാണ്. പക്ഷെ അത് എന്തിനാ ബൺ മസ്ക വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രീം ബണ്ണ് കിട്ടും.
ക്രീം ബണ്ണ് യു എയിൽ ബൺ മസ്ക നിങ്ങൾക്ക് കിട്ടൂല. അതുണ്ട്. അല്ല ഉണ്ട്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മലബാർ പ്ലേറ്റ് ഉണ്ട് ഇപ്പൊ. ഒറിജിനൽ ബൺ മസ്ക. ഇത് വീണ്ടും വീണ്ടും എല്ലാവരും ഇത് അറിയില്ലെങ്കിൽ ചോദിക്കണം. ഒറിജിനൽ ബൺ മസ്ക ഞാൻ പറയുന്ന മഹാരാഷ്ട്രീയൻ, പൂനെ എന്നിവ ബൺ മസ്ക അവർ ബണ്ണ് ടോസ്റ്റ് ചെയ്ത് ബട്ടർ ഷുഗർ അതാണ് ബൺ മസ്ക. അതെ. പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാം ഈ കാണുന്ന വീഡിയോ ആൾക്കാർക്ക് അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് ക്രീം ബന്നാണ്. അതുകൊണ്ട് അതിനെ ബൺ മസ്ക വിളിച്ച് നശിപ്പിക്കല്ലേ, അതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബോംബെ പോയപ്പോൾ കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ ബൺ മസ്ക എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ബൺ ബട്ടർ ആൻഡ് ഷുഗർ. എക്സാക്ട്ലി ഞാൻ കഴിച്ചിട്ടുള്ളതെന്നാണ് ഞാനും പറയുന്നത്. ഇവര് കണ്ടൻസ് മിൽക്ക് ഒക്കെ ഇടുന്നുണ്ട്. അതെ, അത് ക്രീം ബന്നാണ്. ഇറ്റ്സ് ക്രീം ബൺ, ക്രീം ബൺ, ക്രീം ബൺ. എല്ലാവർക്കും കുട്ടിയുണ്ട് ഇന്ന്. എവിടെ നമുക്ക് അവിടെ കുട്ടിയുണ്ട് കേട്ടോ. ഇന്ന് എല്ലാവർക്കും കുട്ടിയുണ്ട്. ഇന്ന് എല്ലാവരും നൊമാഡിന്റെ കുട്ടി. നൊമാഡിന്റെ കുട്ടി. ഒരു ബർഗറും 4 പീസ് വന്ന് ഗൈസ്. ഒരു ബർഗർ ആൻഡ് 4 പീസ് കഴിഞ്ഞില്ലേ? ഫുൾ ഫിനിഷ്. നല്ല ഫ്ലവർ പോലെ പുഷ്പ എന്ന ഫ്ലവറാടാ, ഫ്ലവർ. ആഴത്തില്ലടാ. എടുത്തോ. എനിക്ക് പിന്നെ രേണു സുധി ഓർമ്മ വരുന്നത്. നീ രേണു സുധീരെയൊക്കെ കോണ്ടന്റ് ഇരുന്ന് കാണോടെ? ഇല്ല, നമ്മുടെ ഫീഡിലൊക്കെ വരും, യൂട്യൂബിലൊക്കെ ഷോർട്സിൽ വരും. അത് ശരി. പറഞ്ഞത് അൽഹംദുലില്ലാ. അവിടെ മേലെ പിടിച്ചു നോക്കൂ. അയ്യോ, അങ്ങനെ നമ്മൾ കുറച്ച് ആശ്വാസത്തിൽ കാണാതൊക്കെ അറിയാം. സാരില്ല, നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് കഴിക്കാനായാണ് ഇനി അടുത്തത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവൻ വരുമെന്ന് എനിക്ക് അറിയൂടാ. ഞാനിവനെ കൂട്ടില്ല. പിന്നെ രാത്രി തിരിച്ചു കൊടുക്കണോ? ഇന്ന് എനിക്ക് വയ്യ തിരിച്ചുവിടാൻ. ദുബായ് എന്നുവെച്ചാ നാളെ രാവിലെ ഞാൻ പോവല്ലേ, അപ്പൊ ഞാൻ പെട്ടി പാക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നല്ല ചായയും മക്രോണിയും കഴിക്കാനായി മഷാദിൽ പോകുന്നു. അല്ല, അവനെവിടെ യാസിർ? അവനെ ഫോണൊന്നും വിളിച്ചിട്ടുന്നില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ പോയോ? അല്ല, അവനെ വിളിച്ചിട്ട് ഫോണേ കിട്ടുന്നില്ല. മറ്റേ കാറിനെ പ്രേമിച്ച പയ്യനാണ്. അവന് പ്രണയത്തിനെയും കാട്ടിലും എന്തിനേയും കാട്ടിലും ഇഷ്ടം കാറാണ്. അപ്പൊ അങ്ങനെ we are on the way to the eating the fish. ഓ, ഇവന് തുറന്നു കൊടുക്കണോ? തുറന്നു കൊടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ കടയിൽ, ഇതാണ് അജ്മാൻ കട. ഈ കാണുന്നതാണ് അജ്മാൻ. അവിടെ ഫിഷ് മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട. അപ്പൊ ആ ഫ്രഷ് ഫിഷ് ഇവിടെ നിന്ന് മേടിക്കുന്നു, ഇവിടെ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നു. ഇതാണ് കടയുടെ പേരേട്ടാ, അൽ ഹംറിയ ട്രഡീഷണൽ കിച്ചൺ റെസ്റ്റോറന്റ്. എന്റെ ഫോൺ ഇതാ. നമ്മുടെ നൊമാഡിന്റെ ഫ്രണ്ട്സ് ആണ്. ഹായ് ഷാസ്. അയ്യോ, നീ എല്ലാ ഫിഷും കിട്ടും. എന്റെ മൈക്ക് ഓണാണ്. എല്ലാ ഫിഷും കിട്ടും. ഈ മൈക്ക് ഓണാണ്. അത് ഓണാക്കിക്കോ. നിങ്ങൾ സംസാരിക്കായിരുന്നാ? ആ, എന്തുണ്ട്? സുഖല്ലേ? കുറെ ആളുകളുണ്ട്. നൊമാഡിന്റെ തറവാടാണ് ഗൈസ് ഇത്. എന്റെ പണ്ടത്തെ പഴയ ഓർമ്മകളും ഓർമ്മകൾ, കുട്ടിക്കാലവും ഒക്കെ അതിന് ഓർമ്മ വരുന്നു ഗൈസ്. അതെ. മുറ്റത്തെത്തും തെന്നലി. ആ പാട്ട് പാടട്ടാ. നൊസ്റ്റാൾജി അടിക്കേ. മൈക്ക് എവിടെയാ? ഇതിന്റെ ഒക്കെ പണി കിടക്കുന്ന സമയത്ത് അവിടെ ഉണ്ട്. ഏതാ? മീൻ്റെ നീയാണോ കയറ്റി വെച്ചത്? എനിക്ക് തോന്നുന്നത് അവനാണ് വെച്ചത്. അതാണ് ഫിനിഷിംഗ് ഇല്ലാത്ത മീൻ. നീയാണല്ലടാ മീനെ സ്കൾപ്റ്റ് ചെയ്തത്. ഗൈസ്, നൊമാഡിയന്റെ ഹുഡി. പക്ഷെ ബാക്കിൽ ഇതായി പോയി. ബാക്കിലെന്താ താരമായി പോയി. ഇട്ടോക്കെ നിങ്ങള് അബ്ബോ. ഫ്ലേവട്ട് നേരത്തെ ഉണ്ടല്ലോ എന്റെ ലോഗോയില്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഹുഡി ലൂസ് ആണോ? എനിക്ക് കറക്റ്റ് ശരി. കുറച്ചുകൂടെ മുകളിൽ ഇട്ടിട്ടായിരിക്കും. എനിക്ക് ബോറായിട്ട് തോന്നുന്നില്ല. കൊള്ളാം. മെഷീനാ? എന്ത് മെഷീൻ? ആ, അതാ ഓവന്. ആ, നല്ല നല്ല ഉരിയണ. കൊള്ളാം.
കൊള്ളാം. ഇത് ചെറിയ മീനാട്ടോ, ഇതെനിക്ക് മണപ്പിക്കാനേ ഉള്ളൂ. അത് വലുത്. ഒരു ഫുള്ള് സീപ്പ് നിങ്ങളൊക്കെ എടുത്തോ. താങ്ക്സ്. എന്നിട്ട് മണപ്പിച്ചോ. Come on. Yo guys, so finally the wait is over. Yay! Fish. 1 കൈ അടിച്ച് ഓവറാക്കുന്ന സുബിനോളജിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇപ്പോൾ. 3. അല്ല, ഞാൻ വെറുതെ ഒരു കൊളോക്കിൽ പറഞ്ഞില്ല. മണപ്പിക്ക്. Guys, look at this, guys. Oh my god. Jingadi. Boy, man. അടിപൊളി. ഞമ്മൾ ഒരു കാലത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിരുന്നു അജ്മാനിൽ. ഞാൻ ദുബായിൽ നിന്ന് എപ്പോഴും ഫാമിലി ആയിട്ട് അജ്മാനിൽ വരും. ബട്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാരണം മാത്രമാണ് ഞാൻ ഇവിടെ വരാതായത്. ഞാൻ ഒരു 1.5-2 വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് നൊമാഡിയൻ്റെ നിർബന്ധം കാരണം മാത്രം വീണ്ടും നമ്മളെല്ലാവരും ഷസാമിനൊപ്പം യാസിർ മാത്രം നമ്മുടെ പവർ ഗ്രൂപ്പിന്റെ മിസ്സിംഗ് ഉള്ളൂ. ഞങ്ങൾ വന്നിരിക്കുകയാണ്. സ്ഥിരം ഫിഷ് അടിക്കുന്ന ഷസാമിന് എന്താണ് പറയാനുള്ളത്? സൂപ്പർ. പിന്നെ നിങ്ങൾ കഴിയടേ, ചെറുക്കനൊന്നും കൊടുക്കില്ലെന്നാണ് എല്ലാവരും പറയണത്. ചോറുണ്ടോ? ഇനി മീനേ മാറുന്നുള്ളൂ, മസാല സെയിം ആണ്. അത് നോർമൽ ഉപ്പും ഉപ്പും നാരങ്ങ മാത്രം ഇട്ടത്. ഇത് ഭയങ്കര വലുത് ഈ സാധനം. നല്ല മീനാണ്, നല്ല പുളി. മീൻകറി കിട്ടല്ലേ? അതൊരു തവ ടൈപ്പാണ്. മസാല വലിയ മീൻ എടുത്തു കേട്ടോ, ജമിട്ട മീൻ അല്ലേ? അമിട്ട് മീൻ. ജമിട്ട് മീൻസ് അടിപൊളി. എടാ UAE എത്ര സാധനം ഫിഷ് കഴിച്ചതില് ഈ സ്പോട്ടിന്? രണ്ടാം സ്ഥാനം. ഫസ്റ്റ് സ്പോട്ട് സർപ്രൈസ് അല്ലേ, പുള്ളിയെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. എനിക്കും അറിയാലോ. എനിക്കറിയാൻ വേണ്ടിയാണോ നീ വീഡിയോ ചെയ്തത്? നീ നാട്ടുകാരെ കാണിക്കാനല്ലേ വീഡിയോ? കോഫി ആയിട്ട് മൈൽ എനിക്ക് ഫോട്ടോ എടുത്തരോ? എനിക്കിത് പോസ്റ്റ് ചെയ്യാം. ഓ ബാഗിലുണ്ടോ? അയ്യോ അല്ല, X300 അല്ലേ? ഇപ്പൊ ഇൻസ്റ്റ തുറന്ന അൽഗോരിതം മാറി, ദുബായ് റണ്ണ് മാറി. X300 ഫുൾ X300. ഞാൻ പറയാനുണ്ട് പറ്റും. പക്ഷെ ആരും കോളാമ്പി എടുത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് കോളാമ്പി എടുത്ത് കണ്ടോളാം. കിറ്റാ ഞാൻ കോളാമ്പി വരേണ്ടത് അല്ലാതെ വൈൽഡ് ലൈഫ്. ഇത് കുറച്ച് ഓവറാ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോറ്, മറ്റവിടുത്തെ ചോറും അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അത് പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് മാച്ച് ചെയ്യാൻ പറ്റില്ല. ചിലത് ഫിഷ് എന്നായിരിക്കും, ചിലത് റൈസ് എന്നായിരിക്കും. അവിടെ 3 അടിപൊളിയാണ്. അവന്മാരത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എന്നാ ഖത്തറിൽ ഫിഷിനെ കൊണ്ടുവരണം? ഖത്തറിൽ അവർ ഇതിനെക്കാളും അടിപൊളിയാണെന്ന് കേട്ടത്. ഖത്തറിൽ ഫിഷ് അല്ല, ഖത്തറിൽ ഉണ്ടാക്കൊണ്ടുവരും. ഖത്തറിൽ നീവൻ പോയല്ല? ഞാൻ പോയി. സൂപ്പർ. സെയിം ഡ്രസ് സെയിം. പക്ഷെ ചിലവര് പറഞ്ഞ ഖത്തറിൽ ഇതിനെക്കാളും ഇഷ്ടം. സെയിം ഡ്രസ്. അവിടെ താരത്തിൽ ബാറാണ്, ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊണ്ടുപോകത്തുള്ളൂ. അതവിടെ ഒരു മെയിൻ കടയാണ്. അതെപ്പോഴും റെക്കോർഡിംഗ് ആടാ. പൊളി എന്റെ മോനെ.
എൻ്റെ പൊന്നു മോനെ. എടാ അങ്ങനെ വന്നോണ്ടിരിക്കുവാണ്. ഇത് സർക്കസ് അല്ല, ജംബോ സർക്കസ് ആണ് ഗൈസ്. കിട്ടിയ പരിപാടി കേട്ടോ. മോനെ അണ്ണൻ പറത്തി പോയടേ. സ്റ്റണ്ട് മാൻ. എന്താണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അതിന് മുന്നേറ്റ് വി ആർ ഗോയിങ് ടു മഷാദ്. പോണ് പാലം വഴി മഷാദിലല്ലേ നമ്മൾ പോണ്. നല്ല ചായയും വരുന്നുണ്ടാ. ഇല്ല നമ്മുടെ നൊമാഡിയനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ബൈഡാ. ഓക്കേടാ മോനെ, നാളെ പോയിട്ട് വാ, അടിച്ചു വിളിച്ചു പോയിട്ട് കേട്ടോ. ഓക്കേടാ മോനെ, കാണാം, അടുത്ത ആഴ്ച കാണാം. ബൈ ബ്രോ. ഇരിക്കണ സ്ഥലം അകത്തുണ്ട്. അകത്തുണ്ടോ? ആ, അകത്ത് സിറ്റിംഗ് ഉണ്ട്. നീ പോന്നാ ഓക്കെ. പോണോ? ആ അപ്പോൾ 4 ദിവസം കഴിഞ്ഞാണ്. 5 എത്ര ഇനിയിപ്പോൾ വരും കേസ്. എല്ലാവരും പോവുകയാണ്. നമ്മൾ നാട്ടിൽ പോകണം. ഇങ്ങനെ ലാറ്റ്വിയ പോകണം. ഹായ് ബ്രോ. ഹായ്. ഇന്നിറക്കി. അങ്ങനെ നമ്മൾ തേടിയ വള്ളി കാര്യം ചുറ്റി കൺമസ്ക വന്നിരിക്കുകയാണ്. എനിക്ക് വയ്യ. നിങ്ങൾക്കാണോ? ഒന്ന് മതി. ഞാൻ സാധനമായിട്ടുള്ള മക്രോണി ചായയും കുടിക്കാൻ വന്നു. എപ്പോഴാണ് ഇതിന്റെ എതിരെ സംസാരിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ബൺമസ്ക വന്നു. Guys, my favorite item is here. And the chaya. Karawat chaya. Oh. അവിടുത്തെ ഇതെത്തിയില്ലേ റാഷിദിയ പാലസ് അല്ലേ? എടാ ഒരു പനി ഒറ്റ ഒന്ന് മുറിച്ചു കഴിക്കൂല. ഒറ്റ ഒന്ന് ഒരു കത്തി വന്ന് വേണം ഞാൻ മുറിക്കാം. അതൊന്നും പ്രശ്നമില്ല. ഞാൻ ഉള്ള പറയും. പണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് ബട്ടർ തേച്ച് കഴിച്ച സാധനം ഇത്. ആ അതന്നെ, ബട്ടർ ഇടും, കുറച്ച് പഞ്ചസാര ഇടും, കഴിക്കും. പക്ഷെ അന്ന് ഞാൻ ടോസ്റ്റ് ചെയ്യാറില്ല. അത് ടോസ്റ്റ് ചെയ്താൽ മഹാരാഷ്ട്രീയൻ സ്റ്റൈല് അല്ലേ? രസമുണ്ട്, രസമുണ്ട്. ചായ ഡിപ്പ് ചെയ്യാനാണ് ഗൈസ്. ചായയിൽ ഡിപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രസമുണ്ട്. ബട്ടറും ബണ്ണും എന്ന് പറഞ്ഞോണ്ട് ലാറ്റ്വിയിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരൂ. പെട്ടെന്ന് ഞാൻ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ തിരിച്ചു ഒരു 4 ദിവസം 4 ദിവസത്തേക്ക് സുബിനില്ല. സുബിൻ ഈസ് ഗോയിങ് വിത്ത് ഹിസ് ഫാമിലി ടു എൻജോയ് യൂറോപ്പ്. ഇനി യൂറോപ്പ് കളികളും യൂറോപ്പ് വ്ളോഗുകളും പുള്ളിയുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും ചോദിച്ചു വൈ ലാറ്റ്വിയ അധികം എവിടെയും കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് വിലയിരുത്തിയിട്ട് ഞാൻ അറിയിക്കാം അടുത്ത വീഡിയോയിൽ. അത് മതി. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. ബൺമസ്കയും ചായയും മക്രോണിയും മസാദും മക്രോണിയും. ഡോണ്ട് ഫർഗെറ്റ്.